ഇല്ല നിങ്ങളടുത്ത് ഞാൻ ഇപ്പം ചോദിച്ചു ഫിറോസൊക്കെ നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെന്നിട്ട് അവിടെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ പിന്നെ അവിടെ പോയി പറയാൻ ചോദിക്കുമെന്ന് വെച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളാണെങ്കിൽ അത് ചെയ്യില്ല. അപ്പൊ രേണു അത് ചെയ്തപ്പം ആഹാ അല്ലേ സൂപ്പർ. അല്ല അങ്ങനല്ല അതിനകത്ത് വേറെ ഒരു നമ്മൾ അവളെ സജിന വ്ളോഗ്സ്. ഞാൻ ഈ ഒരു വീഡിയോ ഈ ചാനലിനകത്തൊന്ന് ചെയ്യാന്ന് കരുതി. കാരണം രേണുവിന്റെ കുറെ ഓഡിയൻസ് ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. കാരണം കുറച്ച് ആൾക്കാർ ഇത് കാണണം. സജിന വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു ചേച്ചി രേണുവിന്റെ അടുത്ത കൂട്ടുകാരിയാണ്. അതുലിനെ വിളിച്ചിട്ട് രേണുവിന്റെ കുറ്റങ്ങളൊക്കെ പറയുന്ന ആയിട്ടാണ് ഒരു 1.5 മണിക്കൂർ ഒരു വോയിസ് ഉണ്ട്. അതിന്റെ കുറച്ച് പോർഷൻസ് മാത്രമേ ഞാൻ ഇവിടെ വെക്കുന്നുള്ളൂ. ഇവരൊക്കെ അവരുടെ കൂടെ നിന്നിട്ട് അവരെ ചതിച്ചുകൊണ്ടിരിക്കുക രേണു സുധി. അപ്പൊ ഇതുപോലുള്ള കൂട്ടുകാർ ഒരു മനുഷ്യർക്കും ഉണ്ടാകരുത്. ഒറ്റ മനുഷ്യർക്ക് ഇതുപോലുള്ളവരൊന്നും വരാൻ പാടില്ല. ഏറ്റവും കൂടുതൽ വഞ്ചന എന്താണെന്ന് വെച്ചാൽ കൂടെ നിന്നിട്ട് ചതിക്കുന്നതാണ്. ഇപ്പൊ രേണു സുധി എനിക്ക് തോന്നുന്നു ഇവർ മാത്രമേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവർ തന്നെ അവരുടെ റീച്ചിന് വേണ്ടി മാത്രം കാണിക്കുന്ന ഓരോ തോന്നിവാസങ്ങൾ. അങ്ങനെ തന്നെ പറയാം. ഞാൻ ചില വോയിസുകളൊക്കെ ഒന്ന് കേൾപ്പിച്ചു തരാം, ഒന്ന് കേൾക്കുക. ഇല്ല നിങ്ങളടുത്ത് ഞാൻ ഇപ്പം ചോദിച്ചു ഫിറോസൊക്കെ നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെന്നിട്ട് അവിടെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ പിന്നെ അവിടെ പോയി പറയാൻ ചോദിക്കുമെന്ന് വെച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളാണെങ്കിൽ അത് ചെയ്യില്ല. അപ്പൊ രേണു അത് ചെയ്തപ്പം ആഹാ അല്ലേ സൂപ്പർ. അല്ല അങ്ങനല്ല അതിനകത്ത് വേറെ ഒരു നമ്മൾ അവളെ കണക്കല്ലല്ലോ നമ്മളൊരു ഫീൽഡിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ അപ്പൊ അവളെ കണക്കല്ല നിങ്ങളന്ന് നിങ്ങൾ സമ്മതിച്ച്. അവള് വീട്ടിൽ നിൽക്കുന്നത് നമ്മള് ആരും അല്ലെന്നായി അവളെ കണക്കിനല്ല നിങ്ങളെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ച്. രേണു സുധി എന്ന് പറഞ്ഞാൽ 4 ആൾ അറിയും. സജീന എന്ന് പറഞ്ഞാൽ ആരറിയും? നിങ്ങൾ ബിഗ് ബോസ് പോയാൽ നിങ്ങൾ എക്സ്പോസ് ആവും. എന്നെ അങ്ങനെ കേട്ടടാ എങ്ങനെ പിന്നെ എനിക്കല്ല പണി. കഷ്ടമുണ്ട് വഴി പറഞ്ഞാടാ. രേണുവിന്റെ ഉത്ത ചെങ്ങാതിയാണ്. അവര് പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ, എന്നെ ഒന്ന് ബിഗ് ബോസിൽ കേട്ടടാ, ഒന്ന് വഴി പറഞ്ഞതാടാ പാവം. വഴി പറഞ്ഞു തരുന്നതിൻ്റെ ഒന്നുമല്ല ചേച്ചി. അത് അവൻ എന്നോട് വിളിച്ച സമയത്ത് ഞങ്ങളിങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അവരുടെ ആഗ്രഹമാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളത് പറഞ്ഞതാണ്. ഈ വോയിസ് ഇന്നലെ അവൻ പുറത്തു വിട്ടെ. ഇത് 3-4 ദിവസം മുമ്പ് അവർ സംസാരിച്ചതാണ്. ഞാനപ്പോൾ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ പൊന്ന് സജന ചേച്ചി, അതിനകത്ത് ഒരു വാചകം കൂടെ നിങ്ങൾ കേട്ടല്ലോ. ഈ വീഡിയോ വെച്ച് കൊടുത്തതിൻ്റെ കാര്യം പറയുമ്പം അവളെപ്പോലല്ല എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് അവരാണ് സത്യത്തിൽ ഈ പറയുന്ന ഫിറോസിക്കയും പള്ളിയിലച്ഛനെയൊക്കെ കുറ്റം പറഞ്ഞു വരുന്ന ഒരു നാണവും മാനവും ഇല്ലാത്ത സ്ത്രീ. അപ്പോൾ രേണുവിൻ്റെ കൂടെ നിൽക്കുന്നത് സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി മാത്രമല്ല, രേണു സുധിയോടുള്ള സ്നേഹം കൊണ്ടല്ല. ഇത് അതൊരു ഈ വോയിസ് പുറത്തു വിട്ടുകൊണ്ടല്ലേ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റിയേ. ഇങ്ങനെയുള്ളവരൊക്കെ അടുപ്പിക്കരുത് ഇവരെ ഒന്നും ദേവി ചെയ്തിട്ട്. കഷ്ടം. നിങ്ങൾക്കാണ് ഈ ഫിറോസിക്ക ഇങ്ങനെ വീഡിയോ വെച്ച് വന്നിട്ട് നാളെ നിങ്ങൾ അങ്ങനെ നെഞ്ചത്ത് പോകും. എനിക്ക് നിങ്ങൾക്കും ക്വാളിറ്റി ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. അത്ര ഞാൻ പറയത്തില്ല. എന്റെ അടുത്ത് അതാണ് എത്രയോ വീടില്ലാത്ത സ്ത്രീകൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങേര് ഇപ്പൊ ആ പരിപാടിയൊക്കെ നിർത്തി ഇനി ഇങ്ങനെ ചെയ്യൂലെന്നൊക്കെയാണ് പറയണതെന്ന് ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിലെ ഒരു റൂമും ഒരു ബാത്റൂമും ഒരു ചെറിയ അടുക്കളയും വെച്ചിട്ട് നമുക്ക് വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അത്രയ്ക്ക് കയറി കിടക്കണം. വാടക വീടുകളിൽ കിടന്ന് പൈസകളും ഇല്ലാതെ കിടക്കുന്ന ആളുകളാണ്. കേൾക്കുമ്പോൾ പാവം തോന്നും. പുള്ളിക്കാരി പറഞ്ഞു കേട്ടല്ലോ, ഒരിക്കലും ഞാൻ പോയി ചോദിക്കത്തില്ലെന്ന്. പിന്നെ നീയൊക്കെ എന്തിനാ പിന്നെ രേണുവിന് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നത്? രേണു പോയി സംസാരിക്കട്ടെ. എന്തായാലും രേണു സുധി തന്നെ മനസ്സിലാക്കി ഇവറ്റകളെ. നാളെ രേണു ഇപ്പോൾ വന്നിട്ട് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ സജിന വന്നിട്ട് എത്ര എക്സ്പ്ലനേഷൻ നടത്തില്ല, മനസ്സിലുണ്ടല്ലോ രേണുവിന്റെ മനസ്സിൽ ആ ഒരു ഇത് കിടക്കും. ഇവളെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന്. ഇവളെന്റെ കാര്യം സാധിക്കാൻ വേണ്ടി വന്നവളാണ്. അത് 100% ഉറപ്പായി. ബാക്കിയും കൂടെ വെക്കാം. രേണു ഇല്ല ഇപ്പം രേണുവിന് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നതിൽ ന്യായം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. പക്ഷെ നിങ്ങൾ സംസാരിച്ചാൽ ഇന്നേ വരെ എനിക്കൊരു ന്യായം തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ നിങ്ങളടുത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഫോൺ മേടിച്ചു തന്നു. അത് നാളെ കംപ്ലൈന്റ് ആയി. നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുമോ കടയിൽ കൊണ്ടുപോകും? അതല്ലേ ചെയ്യുള്ളൂ. കിട്ടിയല്ലോ തന്ന അത്രേ ഉള്ളൂ. അതേ ഞാൻ ഇവിടെ ചോദിക്കുന്നുള്ളൂ. രേണുവിന് കംപ്ലൈന്റ് വന്നപ്പോ വീണ്ടും ഫിറോസ് അണ്ണന്റെയും ബിഷപ്പ് അണ്ണന്റെയും മറുനാടന്റെ അണ്ണന്റെ അണ്ണാക്കി കൊടുക്കാണ്ട് അവക്ക് വന്ന പ്രശ്നം ശരിയാക്കിക്കൂടെ? അവക്ക് പൈസ ഇല്ലാഞ്ഞിട്ടാ. അതെ, സജിന എല്ലാത്തിനും വീഡിയോ ചെയ്യുന്നത് എന്തിനാ? രേണുവിന്റെ വീട് കണ്ടില്ലേ, രേണുവിന് അത് ചെയ്ത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ എന്നൊക്കെ. എന്റെ ചേച്ചി, വീഡിയോയിൽ കൂടെ നിലപാട് വേറെ, പുറത്ത് വേറെ നിലപാട്. ഇത് തൽക്കാലത്തേക്ക് ഇവരെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ചാനലിലാണ്. കാണട്ടെ, നാട്ടുകാരും കൂടെ 10 ആൾക്കാരൊന്ന് കാണട്ടെ. അടുത്ത വോയിസ്. നല്ലതില് നമ്മളെല്ലാരും കിടന്ന് പെടാപ്പാട് പെടുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഭൂമി, ഒരു കിടപ്പാടം. അത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഡ്രീമാണ്. ഇത് ഇത്രയും സഹായം ചെയ്ത ബിഷപ്പ് മോശക്കാരനാണെന്നോ അല്ലെങ്കിൽ അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങേരെ കയ്യിലിരിക്കുന്ന 7 സെന്റ് വസ്തു എടുത്ത് ഓസിന് കൊടുത്തു. അതിന്റെ നന്ദി കാലാകാലം വന്നിരുന്ന് കാല് കഴി വെള്ളം കുടിക്കണമെന്ന് ഒന്നും ഞാൻ പറയൂല. ഒരു നന്ദി. അവർക്കിടയിൽ നമുക്ക് രണ്ട് കൂട്ടർ, പോസിറ്റീവ് പറയുന്നവർക്കാരും നെഗറ്റീവ് പറയുന്നവർക്കും അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ത് പ്രശ്നം? ഒരു പേഴ്സണലി പ്രശ്നവും ഇല്ല. ഞാൻ അവിടെ പോയത് തന്നെ. നിങ്ങളും പോയതല്ലേ?
എവിടെ ബിഷപ്പിന്റെ വീട്ടിലൊന്നും ഞാൻ പോയിട്ടില്ല. വീട്ടിലല്ല, ആ ഏരിയയിൽ എന്തൊക്കെ പോയിട്ടില്ലേ? രേണുവിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അത് തന്നെ കണ്ടതല്ലേ. ആ എന്ത് ഞാനല്ലാതെ കുഴപ്പം? ബിഷപ്പിന്റെ വീട്ടിലൊന്നും പോയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അന്ന് ആ പിന്നെ എന്നിട്ട് രേണുവിന്റെ വീട്ടിൽ ചെന്നപ്പോ മറുനാടൻ ബിഷപ്പിന്റെ നിക്ക് വീട്ടിലൊന്ന് നിക്ക് കേറണമെന്നുണ്ടായിരുന്നു. മറുനാടൻ വച്ചു കൊടുത്ത മതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മറുനാടൻ പൈസയാണ് കൊടുത്തത്, അല്ലാണ്ട് പണിക്കാരെയും അതാണ് ഈ പറഞ്ഞ അതാ ഈ പറഞ്ഞത്. ഇയാള് പോയിട്ടുണ്ട് പറഞ്ഞു, ഇയാൾ കണ്ടല്ലോ ആ മതില്. അത് നമ്മൾ ഈ മതില് വച്ചതും കെട്ടുന്നത് ചെയ്തതും ഉറപ്പിന് വേണ്ടിട്ടാ. മനസ്സിലായ? വച്ചതും ചെയ്തതും മറുനാടനല്ല, ഇവര് മറുനാടൻ പറഞ്ഞ പൈസ കൊടുത്ത്. പരാതിയൊന്നും അവർ ഇമാജിൻ ചെയ്തുണ്ടാക്കിയതല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇവര് പറഞ്ഞത്. അപ്പൊ ആൾക്കാരെല്ലാരും ഇത്രയും ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് കുറ്റം പറയുന്നുള്ളൊരു നന്ദികേടാണ് എല്ലാ ആൾക്കാരും നന്ദികേട് അതിനകത്ത് കാണുന്ന തന്നെയാണ്, കണ്ടന്റ്. നന്ദികേട് തന്നെയാണ്. ആ ഒരു വീട് ഞാൻ പോയി കണ്ടതാണ് സത്യത്തിലാണ്. ഒന്നാമത് ഇവരുടെ ഏരിയയിലെ മരം, വലിയൊരു മരമില്ല. ആ ഒരു വീടിന്റെ എനിക്ക് തോന്നുന്നു കുറെ കാട് പിടിച്ച് കുറെ വസ്തുവുണ്ട് അവിടെ, കുറച്ച് കാടും പുല്ലും കയറി കിടപ്പുണ്ട്. അതിൽ നിന്ന് വരുന്ന കാറ്റേ ഉള്ളൂ. അതിൽ നിന്ന് വരുന്ന കാറ്റ്. പക്ഷെ ഒരു വലിയൊരു മരമോ തണലോ ഒന്നുമില്ല ആ ഏരിയയില്ല. ഒരു വെയിൽ വന്നു കഴിഞ്ഞാൽ എത്ര വലിയ കമ്പനിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ട് വീട് വെപ്പിച്ചെന്ന് പറഞ്ഞാലും അത് അവിടെ ഇടിയും, പൊളിഞ്ഞു പോകും. നിങ്ങൾ ആ സ്ഥലം പോയി കാണുമ്പോഴേ അറിയത്തുള്ളൂ. അത്രയ്ക്ക് സ്ഥലമാണ് അത്. നല്ല പ്ലേസ് ആണ്, പക്ഷേ വെയിൽ വന്നു കഴിഞ്ഞാൽ മക്കളെ പെടും. ഓക്കെ, അതിനു വേണ്ടിയാണ് ഈ കിടന്ന് കുരച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സജിനയെ നമിച്ച് രേണുവിൻ്റെ കൂടെ കട്ടയ്ക്ക് കേൾക്കുന്ന കൂട്ടുകാരുടെ തനി കോണം മനസ്സിലായല്ലോ. ഇവറ്റകളെ ഒന്ന് നമ്പല്ലേ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബൈ, ലവ് യു ഗൈസ്.